ഇന്ന് നമ്മൾ ഇതുപോലെ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. കോട്ടൂരത്തെ വല്യാപ്പ, വർക്കലത്തെ വല്യാപ്പ, മുൻഷ വല്യാപ്പ, നമ്മെ ഏറെ സ്നേഹിച്ച രണ്ട് വല്യമ്മമാരും, പിന്നെ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മുടെ സ്വന്തം ഫൈസൽ. ഏതൊരു കല്യാണത്തിന് പോലും കല്ലറയിലെ ഏത് സന്തോഷത്തിൽ പങ്കെടുത്താലും അവൻ്റെ ആ നിഷ്കളങ്കമായ ചിരി ഇന്നും മനസ്സിൽ നിന്നും മായുന്നില്ല. അവരുടെ എല്ലാ സ്നേഹവും പ്രാർത്ഥനയുമാണ് ഇന്നും നമ്മളെ വഴി നടത്തുന്നത്. പടച്ച തമ്പുരാൻ അവരുടെ കബറുകളെല്ലാം വിശാലമാക്കി സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ മാസം 28-ന് നടന്ന നമ്മുടെ കല്ലറ കണക്കൻ കുടുംബസംഗമം അത്രയേറെ അവിസ്മരണീയമായിരുന്നു. ഇത്രയും മനോഹരമായ ഒരു കൂട്ടായ്മയ്ക്ക് മുന്നിൽ നിന്ന് നയിച്ച സമീർ മച്ചാക്കും കട്ടയ്ക്ക് കൂടെ നിന്ന് സബീന താത്താക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ ഈ മുന്നിട്ടിറങ്ങലാണ് ഞങ്ങളെ വീണ്ടും ഈ സ്നേഹത്തിലേക്ക് ചേർത്ത് വെച്ചത്. ആ കുടുംബം വരുന്നത് എന്താണ് നമ്മൾ പരസ്പരം ഒരാളിന് അതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുക്കണം. അതിൽ എനിക്ക് സംഗീതാംശത്തിൽ പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയാനായിട്ടുണ്ട്. ഓൾ ക്രെഡിറ്റ്സ് നമ്മൾ എല്ലാവരും ഇവിടെ കൂടാൻ കാരണം തന്നെ ഇന്ന് ഈ പറയുന്നത് സംഗീതാംശമാണ്. ആവശ്യമുള്ള സന്തോഷമുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ കാര്യം ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യം, പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളൊക്കെ മനസ്സിലുണ്ടാവും. ജീവിതമാണ് പറ്റുന്ന അത്രയും ആൾക്കാരെ മനസ്സിലാക്കി അവരെ കൂടുതൽ നിൽക്കാന്നുള്ളത് ഞാനിലേക്ക് ഓർമ്മിപ്പിക്കുന്നു. പക്ഷെ അത് നമുക്ക് ഈ ഇതുപോലുള്ള വേദികൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ സമീപ ചല്ലെങ്കിൽ പോലും നമുക്ക് ഇവിടെ ആദ്യമായിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ഷാജിക്കായിക്കോട്ടെ, സജയ്ക്കായിക്കോട്ടെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പക്ഷെ അത് ഇനി തുടർന്ന് പോകണം എന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം. എന്റെ വീട്ടിലും ഇതുപോലെ ഉണ്ടായിരുന്നു. ഞങ്ങള് ഒരു 60-62 പേരോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുട്ടികളാണ് എല്ലാവരും അത് കോർഡിനേറ്റ് ചെയ്തത്. അവരെ വലിയ ആൾക്കാരെ അതിന് ഇൻക്ലൂഡ് ചെയ്തിട്ട് കുട്ടികളെന്ന് പറയുമ്പോൾ വേദിയിലേക്ക് ലഭിച്ചത് അതിന്റെ നിർത്തുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരെയും ലഭിച്ച് കണ്ടതിലേക്ക് കേൾക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്താ പറയുന്നത്, യുവതലമുറ ഞാനും ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോ സ്വീകരിച്ചാൽ ഒരു മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പയ്യന്മാരായാലും നമ്മൾ പാർവ ജസീല പഞ്ചായത്തിന്റെ മക്കള് മരുമക്കള് തീർച്ചയായിട്ടും അതിനുള്ള ജസീല നമ്മുടെ കയ്യിൽ മുന്നോട്ട് വന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ അതിനായി ആഗ്രഹിക്കുന്നു. ഇത് നമ്മളെല്ലാവരും എല്ലാ വർഷവും ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഞാനും അതിനായി ആഗ്രഹിക്കുന്നു. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാ കുടുംബസംഘം ഉള്ളപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ പുറത്തേക്ക് എല്ലാവരും ഫോട്ടോസ് കുടുംബ ഫോട്ടോസ് നമുക്ക് ഒരു കല്യാണത്തിന് പഠിക്കുമായിരിക്കും. അപ്പൊ ഇതിന്റെ ഇൻഷുറൻസ് എടുത്തത് ഇല്ലാതെ കാണിച്ചതാണ്. അത് തന്നെ നമുക്ക് സന്തോഷം. അതിന്റെ സമയത്തിന്റെ കുറവാണെന്നും ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിച്ചാൽ നമുക്ക് ഉള്ളവര് പങ്കെടുക്കാൻ അത്രയും നല്ലത്. അതേപോലെ പിന്നെ നമുക്ക് ഏറ്റവും ഒരു വ്യക്തി വിഷമം ഉണ്ടാകുന്നപ്പോൾ പൈസന്റെ കുറവ് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണം. സന്തോഷം എനിക്ക് ഡിജിറ്റൽ ലോകത്തിന്റെ ഉള്ളിൽ ഓരോരുത്തരും ഒറ്റപ്പെട്ടു പോകുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലുള്ള കുടുംബ സംഗമങ്ങൾ വെറുമൊരു ആഘോഷമല്ല, മറിച്ച് നമ്മളുടെ അനിവാര്യതയാണ്. ബന്ധങ്ങൾ അകന്നു പോകാതെ കാത്തു സൂക്ഷിക്കാൻ ഇങ്ങനെയുള്ള നിമിഷങ്ങൾ നമുക്ക് വേണം. നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ സ്നേഹവും കൂട്ടായ്മയും കണ്ട് നമ്മുടെ പുതിയ തലമുറ വളരട്ടെ. കുടുംബം എന്ന വലിയ തണലിന്റെ വില എന്താണെന്ന് വരും തലമുറ നമ്മിൽ നിന്ന് കണ്ടുപഠിക്കട്ടെ. പൊൽത്താലത്തിലെ പൊന്നാണ്യങ്ങളും പൂമാല്യങ്ങളും തന്നാനം തന്നാനം ശരിയല്ലോ. അജിയുടെ
എവിടെ ജോലിക്കല്ല ഡാൻസ് അവിടെ ആ ഇവ വരും വർഷങ്ങളിൽ ഇതിലും മികച്ച രീതിയിൽ ഒട്ടും കുറയാത്ത സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നമുക്ക് വീണ്ടും ഒന്നിക്കാൻ പടച്ച തമ്പുരാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം കണക്കൻ ഫാമിലി.